PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്. രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCRT, NCRT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിച്ച സമയത്ത് പറഞ്ഞു, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അവിടെ ടെൻസിൽ മാറ്റം വരില്ല, അല്ലേ? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്യും, ടെൻസിൽ മാറ്റമില്ല. ആ 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ, ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് അവിടെ ടെൻസ് മാറും. അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ടെൻസ് മാറും. അപ്പോൾ ഓരോ ടെൻസും ഓരോ ടെൻസായിട്ടാണ് മാറുന്നത്. അതെങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനനുസരിച്ച് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസൻറ്റിലാണെന്ന് വിചാരിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ഫോർമാറ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടെൻസ് പഠിച്ചതിന് ശേഷമാണ് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് അത് ഇൻഡയറക്റ്റിലോട്ട് മാറുമ്പോൾ അതെന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, പ്രസൻറ്റ് എന്ന് പറയുന്നതൊക്കെ എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. അതാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വരുന്ന പ്രത്യേകത. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഇതെങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീ സെഡ് ഐ വാണ്ട് ചോക്ലേറ്റ്സ്. നമുക്ക് ഇങ്ങനെയാണ് തരിക. എന്നിട്ട് എന്ത് പറയും? ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ പറയും. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയണം ഇത് സിമ്പിൾ പ്രസൻ്റ് ആണോ, അല്ലേ? സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് അറിഞ്ഞാലാണ് അതിന് പിന്നെ നമുക്ക് പാസ്റ്റിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഹീ സെഡ് ഐ വാണ്ട് ചോക്ലേറ്റ്സ്. അപ്പോൾ ടെൻസിൻ്റെ ക്ലാസ് കാണണം, അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം അറിയണം. അപ്പോൾ ഹീ സെഡ് ഐ വാണ്ട് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റാണ്. അപ്പോൾ അതിന് സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് മാറുക ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ ഡയറക്റ്റ് തന്നിട്ട് ഇൻഡയറക്റ്റിലോട്ട് ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഹീ സെഡ് എന്ന് പറഞ്ഞിട്ട് തരത്തില്ലേ, ഹീ സെഡ്, അതിനെ അതുപോലെ എഴുതുക. ഹീ സെഡ് എന്നുള്ളത് നമ്മൾ അതുപോലെ എഴുതി, ഹീ സെഡ്. ദെൻ ഇവിടെ ഒരു കോമ ഉണ്ടല്ലോ, ആ കോമയെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ദാറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുക. ദാറ്റ് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഒരു കീവേഡാണ്. അപ്പോൾ ഹീ സെഡ് അതുപോലെ എഴുതുക, എന്നിട്ട് ദാറ്റ് എഴുതി വയ്ക്കുക. ഹീ സെഡ് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ദാറ്റ് എഴുതി വയ്ക്കുക. ഇതെല്ലാം ഒരേ ഫോർമാറ്റാണ് പറയുന്നത് കേട്ടോ. ടെൻസ് മാത്രമാണ് അവിടെ വ്യത്യാസം വരിക. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹീ സെഡ് എഴുതുക, ദാറ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ശേഷം സബ്ജക്റ്റ് വരണം. ഓക്കെ, ദാറ്റിന് ശേഷം എന്ത് വരണം? സബ്ജക്റ്റ് വരണം. അപ്പോൾ സബ്ജക്റ്റ് എന്തോ ഇവിടെ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഇപ്പോൾ അവൻ പറഞ്ഞു
എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന്, അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നത്. ഹി സെഡ് ഐ വോണ്ട് ചോക്ലേറ്റ്സ്. അത് നമ്മൾ മറ്റൊരാളോട് പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? അവൻ പറഞ്ഞു എന്ത്? അവന് ചോക്ലേറ്റ് വേണമെന്നല്ലേ പറയുക, അല്ലാതെ എനിക്കെന്ന് പറയൂ? ഇല്ല, അവന് എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ അവന് എന്നാവണമെങ്കിൽ ഐ പോയിട്ട് എന്താവണം? ഹി ആയിട്ട് മാറണ്ടേ, അല്ലേ? അവൻ എന്ന് പറയുമ്പോൾ ഹി ആയിട്ട് മാറണം. അപ്പോൾ ദാറ്റ് കഴിഞ്ഞിട്ട് ഐ എന്നത് ഹി ആയിട്ട് മാറി. ഇനി ഇവിടെ വോണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് V1 ഫോമാണ്. വോണ്ട് സിമ്പിൾ പ്രസൻറ്റാണ്. അത് സിമ്പിൾ പാസ്റ്റ് ആവണമെങ്കിൽ എന്താവണം? V2 ആവണം. അപ്പോൾ വോണ്ടിൻ്റെ V2 ഫോം എന്താ? വാണ്ടഡ്. അപ്പോൾ ഇവിടെ വാണ്ടഡ് എന്നെഴുതി. ദെൻ ചോക്ലേറ്റ്സ് എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? ഹി സെഡ് അതുപോലെ എഴുതുക. ദാറ്റ് എന്ന് പറയുന്ന കീവേഡ് ചേർത്തു. ദെൻ സബ്ജക്റ്റ് ഐ എന്ന് പറയുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഐ പോയിട്ട് ഹി ആവും, അവന് എന്നാവും. അപ്പോൾ ഹി വാണ്ട് എന്നത് V1 ആണ്, അത് V2ലോട്ട് മാറും. അപ്പോൾ വാണ്ടഡ് ദെൻ ചോക്ലേറ്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി വാണ്ടഡ് ചോക്ലേറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഹി സെഡ് ഐ ആം ഗോയിങ് ടു ടൗൺ. ഹി സെഡ് ഐ ആം ഗോയിങ് ടു ടൗൺ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഹി സെഡ് അതുപോലെ എഴുതുക, അല്ലേ? നമ്മളതല്ലേ പറഞ്ഞത്. അപ്പോൾ ഹി സെഡ് നമ്മൾ അതുപോലെ എഴുതി. പിന്നെ എന്ത് ചെയ്യണം? ദാറ്റ് ചേർക്കണം. ദാറ്റ് ചേർത്തു. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ഇവിടെ ഐ എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇല്ല, അവൻ എന്നല്ലേ പറയേണ്ടത്. അവൻ പറഞ്ഞു അവൻ ടൗണിലോട്ട് പോവാണ്, അല്ലേ? അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹി ചേർക്കണം. അപ്പോൾ ദാറ്റ് കഴിഞ്ഞിട്ട് ഹി ചേർത്തു. പിന്നെ ഇവിടെ ആം ഗോയിങ് ആണ്. അപ്പോൾ ഈ ഓക്സിലറി വെർബാണ് അടുത്തത് വരേണ്ടത്. അപ്പോൾ ഈ ആം എന്ന് പറയുന്ന ഓക്സിലറി ഐയുടെ കൂടെ വരത്തുള്ളൂ. ഹി ആവുമ്പോൾ സിംഗുലർ ആണ്, അല്ലേ? അപ്പോൾ ഹിയുടെ കൂടെ എന്തേ വരത്തുള്ളൂ? വാസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഹി വാസ്. എന്തുകൊണ്ടാണ് വാസ് ആയത്? പാസ്റ്റിലോട്ട് മാറ്റണം, അല്ലേ? ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ് വരിക. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴോ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING ആണ്. ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഹി വാസ് ഗോയിങ്, അല്ലേ? ഗോയിങ് ടു ടൗൺ എന്നാണ് വരുന്നത്. അപ്പോൾ ഹി സെഡ് ഐ ആം ഗോയിങ് ടു ടൗൺ എന്നുള്ളത് മാറ്റുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ടൗൺ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഹി സെഡ് അതുപോലെ എഴുതി, ദാറ്റ് എഴുതി. ഐ എന്ന് പറയുന്നതിന് വരെ നമ്മൾ ഹി എഴുതി. ആം എന്ന് വരത്തില്ല. ആം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആണ് വരേണ്ടത്. ഇവിടെ ഹി ആയതുകൊണ്ട്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ചേർത്തു. പിന്നെ ഗോയിങ് ടു ടൗൺ അതുപോലെ എഴുതി വെച്ചു. ഓക്കെ, വാസ് ഓർ വേർ പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അടുത്തത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് തരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്ന് വിചാരിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോർ എക്സാമ്പിൾ നോക്കാം. ഷീ സെഡ് ഐ ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ. അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ നോക്കുക. ഷീ സെഡ് നമുക്ക് എന്ത് ചെയ്യാം? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് ആണ് വരിക. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആ വരിക. എന്താണ്? ഹാഡ് പ്ലസ് V3. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പോൾ അതിലോട്ട് മാറ്റണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഷീ സെഡ് അതുപോലെ എഴുതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, പോസ് ചെയ്തിട്ട് കേട്ടോ. ഷീ സെഡ് എന്ന് പറയുന്നത് അതുപോലെ എഴുതി വെക്കുക. ഷീ സെഡ്. പിന്നെ എന്ത് എഴുതണം? പറഞ്ഞോ? ദാറ്റ്, അല്ലേ? ദാറ്റ് എഴുതണം. ദാറ്റ് എഴുതി കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് എന്തുവാ? ഇവിടെ ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ ഷീ സെഡ്, അവളല്ലേ പറഞ്ഞത്. അപ്പോൾ അവളല്ലേ വരേണ്ടത്. അപ്പോൾ ഷീ എന്ന് എഴുതി. പിന്നെ ഇവിടെ ഹാവ് പാസ്ഡ് ആണ്. ആ ഹാവ് പാസ്ഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അപ്പോൾ ഹാഡ് പാസ്ഡ് the examination. She said that she had passed the examination. ക്ലിയർ ആയല്ലോ? അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുക എക്സാമ്പിൾ. ദേ സെഡ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അല്ലേ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ദേ സെഡ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അപ്പോൾ ഈ ഹാസ് ഹാവ് ഒക്കെ പോയിട്ട് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. അതിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ വ്യത്യാസം വരുന്നത്. അപ്പോൾ നോക്കുക, പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പമാണ്. ദേ സെഡ് എന്നുള്ളത് അതുപോലെ എഴുതുക, അല്ലേ? അപ്പോൾ ദേ സെഡ് അതുപോലെ എഴുതി. പിന്നെ എന്ത് എഴുതണം? ദാറ്റ് എഴുതണം. അപ്പോൾ നമ്മൾ ദാറ്റ് എഴുതി വെച്ചു. പിന്നെ എന്തുവാ വേണ്ടത്? നമ്മുടെ ഇറ്റ്, അല്ലേ? ഇറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് തന്നെയാണ്. അപ്പോൾ ഇറ്റ് എന്നെഴുതി.
ഇനി ഹാഡ് അല്ലേ, ഹാസ് ബീൻ എന്ന് എഴുതാൻ പാടോ? ഇല്ല, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് വരിക. ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജിയും ഇവിടെ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് വരിക. അപ്പോൾ ഹാഡ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആയി, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നോക്കുക, പാസ്റ്റ് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഡയറക്റ്റ് ആണ് കേട്ടോ, ഇത് ഡയറക്റ്റും ഇൻഡയറക്റ്റും അല്ലേ. ഇപ്പോൾ ഡയറക്റ്റിലാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇൻഡയറക്റ്റിൽ എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതായത് നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും മുന്നേ നടന്ന കാര്യങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിൽ നടക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്താൽ മതി. സിമ്പിൾ പാസ്റ്റിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലായിട്ട് മാറും. അപ്പോൾ ഹീ സെഡ് ഐ സോ ദ പ്രൊസിഷൻ, സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. ഐ സോ എന്ന് പറയുമ്പോൾ V2 ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? നേരത്തെ ചെയ്തതുപോലെ ഹീ സെഡ് എന്ന് പറയുന്നത് അതുപോലെ എഴുതുക. ഹീ സെഡ് എഴുതി. പിന്നെ എന്ത് എഴുതണം? ദാറ്റ് എന്ന് പറയുന്ന കീവേഡ് എഴുതണം. അപ്പോൾ ഇത് എഴുതി. ദെൻ സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ഇവിടെ ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? അവനാണ് പറയുന്നത്, അപ്പോൾ ഹീ ആയിട്ട് മാറും. അപ്പോൾ ഹീ എഴുതി. പിന്നെ ഇവിടെ സോ ദ പ്രൊസിഷൻ V2 ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഹാഡ് പ്ലസ് V3 ആണ് വരിക. ഹാഡ് പ്ലസ് V3. അപ്പോൾ ഹീ കഴിഞ്ഞ് ഹാഡ് എഴുതി V3. ഇവിടെ സോ എന്ന് പറയുന്നത് അല്ലേ, സി എന്ന് പറയുന്നത് V2. അപ്പോൾ സോ V3 എന്താ? സീൻ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ സീൻ എന്നെഴുതി V3 ഫോം. ദ പ്രൊസിഷൻ എന്നുള്ളത് അതുപോലെ എഴുതി. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ ദ പ്രൊസിഷൻ. ഓക്കെ ആണല്ലോ, എളുപ്പമല്ലേ? നമ്മൾ ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്തു പോകുന്നത്, അതോടെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ടെൻസ് അറിഞ്ഞെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെൻസ് എല്ലാവരും പഠിക്കുക, ടെൻസിൻ്റെ ഫോം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. ഇപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും ഒക്കെ നമ്മൾ കുറേ തവണ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ കൂടെ പറഞ്ഞതുകൊണ്ട് അത് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാതും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. ഓക്കെ, അപ്പോൾ നോക്കുക. അടുത്തത് ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ നോക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ് ഇവിടെ ഹീ സെഡ് ഐ വാസ് ടീച്ചിങ് ഏർലിയർ. പാസ്റ്റ് കണ്ടിന്യൂസാണ്. അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? ഹീ സെഡ് അതുപോലെ എഴുതണം അല്ലേ. എല്ലാത്തിലും ഒരേ സ്റ്റെപ്പാണ് കേട്ടോ. ഹീ സെഡ് അതുപോലെ എഴുതി. ഇനി എന്ത് എഴുതണം? ദാറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് എഴുതണം. അത് എഴുതി. പിന്നെ സബ്ജക്റ്റ് വരണം. ഇവിടെ ഐ ആണ്, അത് നമ്മൾ അവൻ എന്ന് പറയുമ്പോൾ ഹീ ആയിട്ട് മാറും. അപ്പോൾ ഹീ എന്ന് എഴുതി. പിന്നെ ഇവിടെ വാസ് ടീച്ചിങ് ഏർലിയർ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താ? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING അല്ലേ, നേരത്തെ പറഞ്ഞു. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പോൾ ഹീ കഴിഞ്ഞിട്ട് ഹാഡ് എഴുതി, ബീൻ എഴുതി, ING ഫോം എന്താ? ടീച്ചിങ് ഏർലിയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ബീൻ ടീച്ചിങ് ഏർലിയർ. ഓക്കെ, അടുത്തത് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വന്നു കഴിഞ്ഞാൽ അവിടെ ടെൻസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ടെൻസിൽ അവിടെ മാറ്റമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആണെങ്കിൽ അതേ ടെൻസ് തന്നെയായിരിക്കും ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോഴും. അപ്പോൾ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാതെ പഠിച്ചിരിക്കണം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വരുമ്പോൾ നമ്മുടെ എന്താ ടെൻസിൽ മാറ്റം വരില്ല ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, ദ ടീച്ചർ സെഡ് ദേ ഹാഡ് പ്രൂവ്ഡ് ദ സ്റ്റോറി. അപ്പോൾ അതിനെ പാസ്റ്റ് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്. അപ്പോൾ എന്തുമാത്രം നമുക്ക് നോക്കിയാൽ മതി? നമ്മൾ പറഞ്ഞതുപോലെ ദ ടീച്ചർ സെഡ് എന്നുള്ളത് അതുപോലെ എഴുതി. ദ ടീച്ചർ സെഡ്, ദാറ്റ് എന്ന് പറയുന്ന കീവേഡ് എഴുതി. ബാക്കി എന്ത് ചെയ്യുക? ടെൻസിൽ മാറ്റില്ല. അപ്പോൾ ദേ ഹാഡ് പ്രൂവ്ഡ് ദ സ്റ്റോറി എന്നുള്ളത് അതുപോലെ എഴുതിയാൽ മതി. ഒരു ദാറ്റ് മാത്രമേ അവിടെ എക്സ്ട്രാ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വളരെ ഈസിയാണ് അല്ലേ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്കുക, ഹീ സെഡ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ് ടെൻസ് വരെ, മാറ്റമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹീ സെഡ് അതുപോലെ എഴുതുക, ദാറ്റ് അതുപോലെ എഴുതുക. ഇവിടെ ഐ ആണെങ്കിൽ അത് എന്തായിട്ട് മാറ്റും? അവൻ എന്ന് പറയണ്ടേ, അപ്പോൾ ഹീ ആയിട്ട് മാറി. ഹീ എഴുതി. ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ടെൻസിൽ മാറ്റില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവും.
പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്താ ചേഞ്ച് ഒന്നും ഇല്ല, ടെൻസിൽ മാറ്റില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ചേഞ്ച് ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടേബിൾ കേട്ടോ. അതായത് ഡയറക്റ്റ് സ്പീച്ചിലും ഇൻഡയറക്റ്റ് സ്പീച്ചിലും നമുക്ക് നോക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോളമാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തരുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഐ എന്ന് പറയുന്നത് ഹീ ആവും എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലുണ്ടെന്ന് വിചാരിക്കാം. അത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ അത് ദാറ്റ് ആയിട്ട് മാറും. ദിസ് പോയിട്ട് ദാറ്റ് ആയിട്ട് മാറും. ദീസ് ഉണ്ടെങ്കിൽ അത് ദോസ് ആയിട്ട് മാറും. ഹിയർ ഉണ്ടെങ്കിൽ അത് ദെയർ ആയിട്ട് മാറും. ഹിയർ ആഫ്റ്റർ എന്നുണ്ടെങ്കിൽ അത് ദെയർ ആഫ്റ്റർ ആവും. എഗോ എന്ന് പറയുന്നത് ബിഫോർ ആവും. നൗ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ദെൻ ആവും. ടുഡേ എന്നത് ദാറ്റ് ഡേ ആവും. ടുനൈറ്റ് എന്നത് ദാറ്റ് നൈറ്റ് ആവും. ടുമോറോ എന്നത് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ ആയിട്ട് മാറും. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറയുന്നത് ഇൻ 2 days ആവും. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഫോളോയിങ് വീക്ക്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ. ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് പ്രീവിയസ് മന്ത്. ഡേ ബിഫോർ യെസ്റ്റർഡേ കേട്ടോ, ഡേ അല്ലേ, ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറയുന്നത് 2 days ബിഫോർ. കം എന്ന് പറയുന്നത് ഗോ ആയിട്ട് മാറും. ദസ് എന്ന് പറയുന്നത് സോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ദിസ് ഉണ്ടെങ്കിൽ അത് ദാറ്റ് ആവും. ദീസ് ആണെങ്കിൽ ദോസ് ആവും. ഹിയർ ആണെങ്കിൽ ദെയർ ആവും. ഹിയർ ആഫ്റ്റർ ആണെങ്കിൽ ദെയർ ആഫ്റ്റർ ആവും. എഗോ ആണെങ്കിൽ ബിഫോർ ആകും. എഗോ ആണെങ്കിൽ എന്താ നൗ ആണെങ്കിൽ ദെൻ ആവും. ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ. ടുനൈറ്റ് ആണെങ്കിൽ ദാറ്റ് നൈറ്റ്. ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ. ഡേ ആഫ്റ്റർ ടുമോറോ ആണെങ്കിൽ ഇൻ 2 days. നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ഫോളോയിങ് വീക്ക്. യെസ്റ്റർഡേ ആണെങ്കിൽ പ്രീവിയസ് ഡേ. ലാസ്റ്റ് മന്ത് ആണെങ്കിൽ പ്രീവിയസ് മന്ത്. ഡേ ബിഫോർ യെസ്റ്റർഡേ ആണെങ്കിൽ 2 days ബിഫോർ. കം ആണെങ്കിൽ ഗോ. ദസ് ആണെങ്കിൽ സോ. ഓക്കെ, ഈ ഒരു ടേബിളും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ചില എക്സെപ്ഷൻ കേസാണ് കേട്ടോ പറയുന്നത്. ഇത് ഓരോ ചോദ്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കണേ. ഇവിടെ നോക്കുക, സുമ സെയ്സ് ഐ ആം സോറി. സുമ സെയ്സ് ഐ ആം സോറി. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നമ്മൾ സെഡ് ദാറ്റ് അല്ലെ, ഹീ സെഡ്, ടീച്ചർ സെഡ്, ഷീ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഷീ സെഡ് ദാറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ എഴുതി. ഇവിടെ സുമ സെയ്സ് എന്നാണ് പറയുന്നത് അല്ലേ, സെയ്സ്. അതായത് ഇവിടെ നമ്മുടെ ഈ സുമ സെയ്സ് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ് എന്നാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നതിൽ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നോ ചേഞ്ച് ആണ്. ടെൻസിൽ മാറ്റം വരത്തില്ല. നോ ചേഞ്ച് ഇൻ ടെൻസ് എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. ടെൻസിൽ ഇവിടെ മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് അതാണ് ഈ ടെൻസ് പഠിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് ടെൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസോ ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. അതായത് ഈ സുമാ സെയ്സ്, ഹീ സെഡ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഹീ സെയ്സ്, ഷീ സെയ്സ്, സുമാ സെയ്സ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആണെന്നുണ്ടെങ്കിൽ എവിടെ മാറ്റം വരത്തില്ല, ഈ ഭാഗത്ത്. അതായത് ഈ ഐ ആം സോറി എന്ന് പറയുന്നതിന് നമ്മൾ എന്താന്ന് പറയുക, സ്പീച്ച് പാർട്ട് എന്നാണ് പറയുക. ഓക്കെ, ഇത് റിപ്പോർട്ടിംഗ് പാർട്ടും ഇത് സ്പീച്ച് പാർട്ടുമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് പാർട്ട് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മുടെ സ്പീച്ച് പാർട്ടിലെ ടെൻസിന് മാറ്റം വരില്ല ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ സുമ സെയ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. സുമ സെയ്സ്, ദാറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ. സുമ സെയ്സ് ദാറ്റ് എന്ന് എഴുതിയിട്ട് ടെൻസിൽ മാറ്റം വേണ്ട അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഐ എന്ന് പറയുന്നതിന് പകരം സുമ ആയതുകൊണ്ട് നമ്മൾ ഷീ എഴുതി. ദാറ്റ് ഷീ. ഷീയുടെ കൂടെ ആം എന്ന് പറയുന്നത് എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഈ ആം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ നമ്മൾ അതിനെ പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതണം. അപ്പോൾ ഷീ എന്ന് പറയുന്നതിൻ്റെ കൂടെ എന്ത് വരും, ഈസ് ആണ് വരിക അല്ലേ, ഈസ്. ഓക്കെ, ഇവിടെ ഐ ആയതുകൊണ്ടാണ് ആം വന്നത്. ഷീ ആണെങ്കിൽ ഈസ്, ഷിയോ ഹിയോ ഒക്കെ ആണെങ്കിൽ ഈസ് വരണം. ഓക്കെ, അപ്പോൾ ഐ എന്നുള്ളതിൻ്റെ കൂടെ ആം ആയതുകൊണ്ട് നമ്മൾ ഷീയുടെ കൂടെ ഈസ് എഴുതി. ടെൻസിൽ മാറ്റം വരാൻ പറ്റില്ല, പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഷീ ഈസ് സോറി എന്നുള്ളത് അതുപോലെ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ ഇൻഡയറക്റ്റ് സ്പീച്ച് കേട്ടോ. സുമ സെയ്സ് ദാറ്റ് എന്നുള്ള കീവേഡ് എഴുതി സബ്ജക്റ്റ് എഴുതണം. ഐ എന്ന് പറയുന്നത് ഷീ ആയിട്ട് മാറും. ആം എന്ന് പറയുന്നതിന് പകരം ഈസ് ആവും സോറി. ഓക്കെ, അപ്പോൾ ടെൻസിൽ ഇവിടെ മാറ്റം വരുന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രസൻറ്റ്, നമ്മുടെ എന്താണ് റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലാണ് ടെൻസ് മാറ്റമില്ല എന്ന് പറഞ്ഞത്. അത് ഒരു കേസാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തേത്, ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഈ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ആണ് അല്ലേ, ഒരു പ്രപഞ്ച സത്യമാണ് അല്ലെങ്കിൽ ഒരു പൊതു സത്യമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ടെൻസിന് അവിടെ മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ടീച്ചർ സെഡ് എന്നുള്ളത് അതുപോലെ എഴുതാം അല്ലേ. ദ ടീച്ചർ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം കേട്ടോ. സെഡ് ദാറ്റ് എന്ന് പറയുന്ന കീവേഡ് എഴുതണം. അപ്പം ദി ടീച്ചർ സെഡ് ദാറ്റ് എന്താ, ഇതിൽ ചേഞ്ച് ഒന്നും വരാൻ പറ്റില്ല അല്ലേ. അപ്പം എന്ത് എഴുതണം? അത് അതുപോലെ എഴുതി വെക്കുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് അതുപോലെ എഴുതി വെക്കുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി വെക്കുക. അപ്പോൾ ടീച്ചർ സെഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത്, യൂണിവേഴ്സൽ അല്ലെങ്കിൽ ജനറൽ ട്രൂത്താണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ അവിടെ ടെൻസിൽ നോ ചേഞ്ച് എന്നുള്ളത് എഴുതുക. ഓക്കെ, എഴുതി വെക്കുക കേട്ടോ, ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദ ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്. ദ ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വർക്ക് ഹാർഡ്. ടീച്ചർ കുട്ടികളോട് പറയണം വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു അഡ്വൈസ് ആണല്ലേ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു അഡ്വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വൈസ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, കമാൻഡ്, ഇതിനെയൊക്കെ നമ്മൾ എന്താണെന്ന് പറയുക? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും അതുപോലെ നമ്മുടെ സ്പീച്ച് പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് അവിടെ എന്ത് വരും? ടു എന്ന് പറയുന്നൊരു വാക്ക് വരും. ഓക്കെ, ടു എന്ന് പറയുന്നൊരു വാക്ക് അവിടെ വരും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ദ ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ദ ടീച്ചർ എന്താ അവിടെ ചെയ്യുന്ന? അഡ്വൈസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ദ ടീച്ചർ അഡ്വൈസ്ഡ് അല്ലേ, അഡ്വൈസ്ഡ്. ദ ടീച്ചർ അഡ്വൈസ്ഡ് ദി സ്റ്റുഡൻസ്. എന്താണ് ഇനി നമ്മൾ പറഞ്ഞു? ഈ സ്പീച്ച് പാർട്ട് നമ്മുടെ റിപ്പോർട്ടിംഗ് പാർട്ട് നമ്മുടെ കഴിഞ്ഞു അല്ലേ. ദ ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ് എന്നുള്ളത് ദ ടീച്ചർ അഡ്വൈസ്ഡ് ദി സ്റ്റുഡൻസ് എന്നായിട്ട് മാറി. ഇനി നമ്മുടെ ഈ സ്പീച്ച് പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ എന്ത് എഴുതണം? ടു എഴുതണം. അപ്പോൾ ടു വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടു എഴുതി. അപ്പോൾ ദ ടീച്ചർ അഡ്വൈസ്ഡ് ദ സ്റ്റുഡൻസ് ടു കഴിഞ്ഞിട്ട് എന്ത് എഴുതുക? വർക്ക് ഹാർഡ് എന്നുള്ളത് അതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഹി സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ ഇമ്പറേറ്റീവ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അഡ്വൈസ് ആവാം, കമാൻഡ് ആവാം, റിക്വസ്റ്റ് ആവാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വൈസ്, കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് അറിയാമല്ലോ, ഇല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ക്ലാസ് കാണുക കേട്ടോ. പലതരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്താണ്? നമ്മളവിടെ നമ്മുടെ സ്പീച്ച് പാർട്ടിനെയും റിപ്പോർട്ടിംഗ് പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ആണ് ഉപയോഗിക്കുക. അപ്പോൾ ദ ടീച്ചർ അഡ്വൈസ്ഡ് ദ സ്റ്റുഡൻസ് ടു വർക്ക് ഹാർഡ് എന്നാണ് വരിക. ഓക്കെ, അടുത്തത് ദ ബെഗർ സെഡ് ടു ഹെർ പ്ലീസ് ഗിവ് മീ സം ഫുഡ്. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം, പ്ലീസ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം എന്താ, ഇത് ഇമ്പറേറ്റീവ് ആണ് അല്ലേ, ഒരു റിക്വസ്റ്റ് ഒക്കെയാണ് പറയുന്നത്. ദ ബെഗർ സെഡ് ടു ഹെർ എന്താ, പ്ലീസ് ഗിവ് മീ സം ഫുഡ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ബെഗർ സെഡ് ടു ഹെർ എന്നുള്ളത് എന്തായിട്ട് മാറി? ബെഗർ റിക്വസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ദ ബെഗർ റിക്വസ്റ്റഡ് ഹെർ അല്ലേ, റിക്വസ്റ്റഡ് ഹെർ എന്താണ്, പിന്നെ നമ്മൾ ടു ചേർക്കണം അല്ലേ. ദ ബെഗർ റിക്വസ്റ്റഡ് ഹെർ എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടഡ് പാർട്ടായി. പിന്നെ നമ്മൾ സ്പീച്ച് പാർട്ടിനെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ടു ചേർത്തിട്ട് പിന്നെന്താ പറയുന്നത്? ടു ഗീവ് സം അല്ലേ, ഗീവ് മീ എന്ന് എഴുതാൻ പാടോ? ഇല്ല, ആ ഭിക്ഷക്കാരനാണ് അല്ലെ, ബെഗറിനാണ്. അപ്പോൾ അവിടെ ഹിം എന്നാണ് അല്ലേ. ഗീവ് ഹിം സം ഫുഡ് എന്നായിട്ട് മാറും. ഓക്കെ, മീ എന്നത് ഹിം ആയിട്ട് മാറും, അത് ഓർത്തിരിക്കണം. ഇനി അപ്പോൾ ദ ബെഗർ റിക്വസ്റ്റഡ് ഹെർ ടു ഗീവ് ഹിം സം ഫുഡ് എന്നാണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്ലീസ് കണ്ടപ്പോൾ നമുക്ക് ഇമ്പറേറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിംഗ് പാർട്ട്, അതായത് ഫസ്റ്റ് തരുന്ന ഈ പാർട്ടും സെക്കൻഡ് പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ടു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ബെഗർ പറഞ്ഞു എന്നുള്ളത് നമ്മൾ എന്തായിട്ട്, അത് റിക്വസ്റ്റ് അല്ലേ. അപ്പോൾ ദ ബെഗർ റിക്വസ്റ്റഡ് ഹെർ പിന്നെ ടു എന്ന് എഴുതിയിട്ട് ഗീവ് ഹിം സം ഫുഡ് എന്നുള്ള രീതിക്ക് എഴുതി. ഓക്കെ, അടുത്തത് ഹീ സെഡ് ടു മീ ലെറ്റ് മീ ഗോ. ഹീ സെഡ് ടു മീ ലെറ്റ് മീ ഗോ എങ്ങനെ എഴുതാം? ഹീ റിക്വസ്റ്റഡ് മീ, ഹീ റിക്വസ്റ്റഡ് മീ പിന്നെ എന്ത് എഴുതണം? ടു എഴുതണം അല്ലേ. അപ്പം ഹീ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ഹിം അല്ലേ. ലെറ്റ് മീ എഴുതാൻ പറ്റുമോ? ഇല്ല, അപ്പം ഹീ ആണ്. അപ്പം ഹിം ആക്കിയിട്ട് മാറ്റണം മീ എന്നുള്ളത്. അപ്പം ലെറ്റ് ഹിം ഗോ, ഹീ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ഹിം ഗോ. മീ എന്നത് ഹിം ആയിട്ട് മാറും, ഇവിടെ ടു വരും. അതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അടുത്തത് ഷീ സെഡ് ടു മീ ആർ യു റെഡി.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. സാധാരണ രീതിയിലുള്ള സെൻറ്റൻസ് പറഞ്ഞു, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇവിടെ വരുന്നത് ഷീ സെഡ് ടു മീ ആർ യു റെഡി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഷീ സെഡ് ടു മീ ആർ യു റെഡി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ എന്താ കൊടുക്കുക? നീ റെഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലേ. ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ അല്ല. അപ്പോൾ എസ് ഓർ നോ എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻഡയറക്റ്റിലോട്ട് മാറ്റാൻ തരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ്സ് അവിടെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. പിന്നെ നമ്മുടെ ടെൻസിൻ്റെ മാറ്റമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണ്. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. അത് നമ്മൾ പഠിച്ചില്ലേ? ആ ടെൻസ് മാറ്റം വരുന്നത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ കാര്യം പറയുന്നത് WH ആ ക്വസ്റ്റ്യന് വരുമ്പോൾ വേറെ ഫോമാണ് കേട്ടോ. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് എഴുതാം, ഷീ സെഡ് ടു മീ ആർ യു റെഡി. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നീ റെഡി ആണോ, എന്നിട്ട് നമ്മൾ ആ കാര്യം മറ്റൊരാളോട് പോയി പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? അവൾ എന്നോട് ചോദിച്ചു ഞാൻ റെഡിയാണോ എന്ന് അല്ലേ. അപ്പം അങ്ങനെയാണ് പറയുക. അപ്പോൾ അല്ലാതെ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ പറയുമോ? ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ടു മീ നമ്മൾ എന്താ പറയുക? അവൾ പറഞ്ഞു എന്ന്, അവൾ ചോദിച്ചു അല്ലേ. അപ്പോൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഷീ സെഡ് ടു മീ എന്നുള്ളത് ഷീ ആസ്ക്ഡ് മീ അല്ലേ. ഷീ ആസ്ക്ഡ് മീ, ഷീ ആസ്ക്ഡ് മീ. പിന്നെ എന്താ പറഞ്ഞത് നമ്മൾ? ഷീ ആസ്ക്ഡ് മീ കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം. വീഫ് അല്ലെങ്കിൽ വെദർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെദർ എഴുതുന്നുണ്ട്. ഷീ ആസ്ക്ഡ് മീ വെദർ. പിന്നെ ആർ യു റെഡി എന്നത് എന്ത് ടെൻസാ? ആർ യു റെഡി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും അല്ലേ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫോം വരിക? വാസ് അല്ലെങ്കിൽ വേറാണ് വരിക അല്ലേ. വാസ് അല്ലെങ്കിൽ വേറാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വെദർ ആർ യു റെഡി, ആർ യു എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മൾ പറഞ്ഞില്ലേ ഈ കണക്റ്റിംഗ് വേർഡിന് ശേഷം ഓക്സിലറി പാടുമോ? ഇല്ല, സബ്ജക്റ്റ് വരണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വെദർ കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം. വെദർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു പോയിട്ട് എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. ഞാൻ റെഡിയാണോ എന്ന് അവൾ ചോദിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഐ ആണ് വരേണ്ടത്. അപ്പോൾ വെദർ ഐയുടെ കൂടെ ആറ് പറ്റുമോ? ഇല്ല, ഐയുടെ കൂടെ എന്തേ പറ്റത്തുള്ളൂ? വാസ് അല്ലേ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ വാസ് ആയിട്ട് മാറും. ഐ വാസ് റെഡി. ഓക്കെ ആണോ? ഇവിടെ നോക്കുക, ഷീ സെഡ് ടു മീ എന്നുള്ളത് ഷീ ആസ്ക്ഡ് മീ എന്നായിട്ട് മാറി. അതിനുശേഷം കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള വെദർ യൂസ് ചെയ്തു. വെദർ കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. അപ്പോൾ യു എന്നുള്ളത് ഐ ആയിട്ട് മാറി. പിന്നെ ആർ എന്ന് പറ്റില്ല, നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറാണ്. അപ്പോൾ ഐയുടെ കൂടെ വാസ് ആണ് വരുന്നത്. റെഡി. ഓക്കെ, ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഭാവന സെഡ് ടു മീ വിൽ യു ഗിവ് മീ യുവർ പെൻ. ഭാവന സെഡ് ടു മീ വിൽ യു ഗിവ് മീ യുവർ പെൻ. അപ്പോൾ ഇതെന്താ? ഇതും അതുപോലെ തന്നെയാണ് അല്ലേ. നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെദർ അല്ലെങ്കിൽ ഈഫ് വെച്ച് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഭാവന സെഡ് ടു മീ എന്നുള്ളത് എന്തായിട്ട് മാറും? ഭാവന ആസ്ക്ഡ് മീ എന്നായിട്ട് മാറും അല്ലേ. ഭാവന ആസ്ക്ഡ് മീ എന്നായിട്ട് മാറും. ഇനി ഇവിടെ എന്താണ്? അത് കഴിഞ്ഞ് ഈഫ് അല്ലെങ്കിൽ വെദർ. നമ്മൾ നേരത്തെ വെദർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈഫ് എഴുതാം. അപ്പോൾ ഭാവന ആസ്ക്ഡ് മീ ഈഫ് എന്നത് മാറിയിട്ട് എന്തായിട്ട് മാറും? ഇവിടെ വിൽ യു എന്നുള്ളത്, ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. യുവിന് പകരം എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. അപ്പോൾ ഈഫ് ഐ, വിൽ എന്നത് എന്തായിട്ട് മാറും? വുഡായിട്ട് മാറും അല്ലേ. വിൽ എന്ന് പറയുന്നത് വുഡായിട്ട്, ടെൻസ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വിൽ എന്ന് പറയുന്നത് വുഡായിട്ട് മാറും. ദെൻ ബാക്കിയുള്ള ഗീവ് യുവർ എന്നുള്ളത് എന്തായിട്ട് മാറണം? ഹെർ അല്ലേ, അവളുടെ എന്നല്ലേ. ഇപ്പോൾ ഗീവ് ഹെർ മൈ അല്ലേ പെൻ എന്നായിട്ട് മാറി. അപ്പോൾ ഭാവന ആസ്ക്ഡ് മീ, ഭാവന ചോദിച്ചു എന്താ? വിൽ യു ഗിവ് മീ യുവർ പെൻ. യുവർ പെൻ എന്ന് പറയുമ്പോൾ എൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പെൻ എന്നുള്ളത് മൈ എന്നായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഈഫ് എന്നുള്ളത് കണക്റ്റിംഗ് വേർഡ് വന്നു, സബ്ജക്റ്റ് ആയി വന്നു, വുഡ് ഗീവ് ഹെർ മൈ പെൻ എന്നുള്ളതായിട്ട് മാറി. ഓക്കെ ആണോ? അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് നോക്കുക, സുരേഷ് സെഡ് ഹു ക്യാൻ ഹെൽപ്പ് മീ. സുരേഷ് സെഡ് ഹു ക്യാൻ ഹെൽപ്പ് മീ എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് WH ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ WH ക്വസ്റ്റ്യൻസ്, അതായത് ഹൂ, വാട്ട്, വിച്ച്, വെൻ,
വേർ, വൈ, ഹൗ, ഇങ്ങനെയുള്ള എന്താണ് WH ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള WH ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ഹൂ, വാട്ട്, വിഷ്, വെൻ, വേർ, വൈ, ഹൗ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം സാധാരണ പോലെ തന്നെ. അപ്പോൾ നമുക്ക് എഴുതാം സുരേഷ് സെഡ് എന്നുള്ളത് നമുക്ക് അതുപോലെ എഴുതാം അല്ലേ. സുരേഷ് അതുപോലെ എഴുതാൻ പറ്റില്ല, ചോദിച്ചു എന്നല്ല, സുരേഷ് ആസ്ഡ് എന്ന് എഴുതി. സുരേഷ് ആസ്ഡ്. ഇനി കണക്റ്റിംഗ് വേർഡായിട്ട് എന്ത് തന്നെ ഉപയോഗിക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഹൂ. അപ്പോൾ സുരേഷ് ആസ്ഡ് ഹൂ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെഴുതണം, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഹൂ ക്യാൻ ഹെൽപ്പ് മീ ആണ്. അപ്പോൾ ഇത് V1 ഫോമാണ്. അപ്പോൾ അത് V2 മാറുമ്പോൾ ക്യാൻ എന്നത് എന്തായിട്ട് മാറും, കുഡായിട്ട് മാറും അല്ലേ. ഇവിടെ വില്ല് കുഡായതുപോലെ ഇവിടെ ക്യാൻ കുഡായിട്ട് മാറും. അപ്പോൾ ഹൂ കുഡ് ഹെൽപ്പ് മീ എന്നത് എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും അല്ലേ. അപ്പോൾ സുരേഷ് ആസ്ഡ് ഹൂ കുഡ് ഹെൽപ്പ് ഹിം, സുരേഷ് ആസ്ഡ് ഹൂ കുഡ് ഹെൽപ്പ് ഹിം എന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം സുരേഷ് സെഡ് എന്നുള്ളത് സുരേഷ് ആസ്ഡ്, ചോദിച്ചു, ചോദ്യമല്ലേ, ഇപ്പോൾ ചോദിച്ചു. പിന്നെ കണക്റ്റിംഗ് വേർഡായിട്ട് ഹൂ എഴുതി. ക്യാൻ എന്നത് കുഡായിട്ട് മാറി, സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറി. ഹെൽപ്പ് മീ എന്നത് ഹിം ആയിട്ട് മാറി. ഓക്കെ ആണോ. അടുത്തത് റാം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. റാം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. എങ്ങനെ എഴുതാം, ഇവിടെ ആസ്ക്ഡ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. റാം ആസ്ക്ഡ് ദി സ്ട്രേഞ്ചർ. പിന്നെ വേർ എന്നുള്ളത് തന്നെ നമുക്ക് കണക്റ്റിംഗ് വേർഡായിട്ട് എഴുതാം അല്ലേ, വേർ. റാം ആസ്ക്ഡ് ദി സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. ഡിഡ് യു ഗോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. ഡിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറുന്ന പഠിച്ചത്, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട്, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്താ, ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, റാം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. ഡിഡ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് ചേർക്കണം അല്ലേ. അപ്പോൾ വേർ ഹി, സബ്ജക്റ്റും കൂടെ വേണ്ടേ. അപ്പോൾ വേർ ഹി ഹാഡ് ഗോൺ അല്ലേ. ഗോ എന്ന് പറയുന്നതിൻ്റെ V3 എന്താ, ഗോൺ ആണ്. അപ്പോൾ വേർ ഹി ഹാഡ് ഗോൺ എന്നുള്ളതായിട്ട് മാറി. അപ്പോൾ റാം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഹി ഹാഡ് ഗോൺ ആണ്. ഓക്കെ, അപ്പോൾ റാം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ അതുപോലെ എഴുതി. വേർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് എഴുതി. പിന്നെ സബ്ജക്റ്റ് കേട്ടോ, സബ്ജക്റ്റും വിട്ടുപോയതാണ്, ഹി എഴുതി. പിന്നെ ഹാഡ് പ്ലസ് V3, പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാഡ് പ്ലസ് V3, ഹാഡ് ഗോൺ എന്നുള്ളത് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ റാം ആസ്ക്ഡ് ദി സ്ട്രേഞ്ചർ വേർ ഹി ഹാഡ് ഗോൺ. ഓക്കെ ആണോ. അടുത്ത ചോദ്യം, ജീന സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. ജീന സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. എങ്ങനെ നമുക്ക് എഴുതാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീന ആസ്ക്ഡ് മീ എന്ന് എഴുതാം അല്ലേ. ജീന ആസ്ക്ഡ് മീ അല്ലേ. ഇപ്പം ജീന ആസ്ക്ഡ് മീ എന്താ, ഈ വാട്ട് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് അതുപോലെ എഴുതാം അല്ലേ, വാട്ട് എന്ന് എഴുതി. പിന്നെ സബ്ജക്റ്റ് വരണം, യു എന്നുള്ളത് ഐ ആയിട്ട് മാറി അല്ലേ. വാട്ട് ഐ. ആർ എന്ന് പറയുന്നത് ഇത് പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആയിട്ട് വരണം. ഐ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി അല്ലേ. വാട്ട് ഐ വാസ് ഡൂയിങ് എന്നുള്ളത് നമുക്ക് അതുപോലെ എഴുതാം. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അത് പാസ്റ്റ് കണ്ടിന്യൂസിലായിട്ട് മാറ്റി. ജീന ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് എന്നായിട്ട് മാറി. അടുത്തത് ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. അപ്പോൾ ഷീ സെഡ് ടു ഹിം എന്നുള്ളത് എന്തായിട്ട് മാറി, ഷീ ആസ്ക്ഡ് അല്ലേ, ഹിം. ഷീ ആസ്ക്ഡ് ഹിം, വൈ എന്ന് പറയുന്ന വേർഡ് അതുപോലെ കണക്റ്റിംഗ് വേർഡായിട്ട് എഴുതി. ഷീ ആസ്ക്ഡ് ഹിം വൈ. പിന്നെ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയിട്ട് മാറി. വൈ ഹി ഡോണ്ട് യു ഗോ ടുഡേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡോണ്ട് യു എന്നുള്ളത് എന്തായിട്ട് മാറി, ഡോണ്ട് എന്ന് പറയുന്നത് ഡിഡ്, പാസ്റ്റ് ആയിട്ട് മാറണ്ടേ. അപ്പോൾ ഡിഡ് നോട്ട് ഗോ. ടുഡേ എന്നത് എന്തായിട്ട് മാറും, നമ്മൾ നേരത്തെ ഒരു പഠിച്ചു ടേബിൾ അല്ലേ. ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ ആയിട്ട് മാറും. ടു നൈറ്റ് ആണെങ്കിൽ ദാറ്റ് നൈറ്റ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ ആയിട്ട് മാറും. അതൊക്കെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചേഞ്ച് വന്നേ, ഷീ സെഡ് ടു ഹിം എന്നുള്ളത് ഷീ ആസ്ക്ഡ് ഹിമായി. വൈ എന്ന് പറയുന്നത് അതുപോലെ കണക്റ്റിംഗ് വേർഡായിട്ട് എഴുതി. യു എന്ന് പറയുന്നത് ഹി ആയിട്ട് മാറി. ഡോണ്ട് എന്ന് പറയുന്നത് ഡിഡ് നോട്ട് ആയി. ഗോ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസ് തന്നാൽ ഇംപറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻസ്, ഇതിനെല്ലാം ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്